തിരിച്ചുവരവാണ്, ഒരു ബിഗ് തിരിച്ചുവരവാണ്. ഓരോ സീൻ കഴിയുമ്പോഴും നമുക്കിങ്ങനെ എന്താ പറയുക, ഗൂസ് ബോംസ് ഇങ്ങനെ വരും. ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഈസ് പൊളിച്ചു. സെക്കൻഡ് ഹാഫിന് നോ വേർഡ്സ്. അമേസിംഗ് മൂവി, അമേസിംഗ്. തെലുങ്ക് പടത്തിന് മാത്രമല്ല, നമ്മുടെ മലയാളം മൂവിക്ക് നമ്മുടെ ജയറാമിനെ വീണ്ടും തിരിച്ചിട്ടേക്കാൻ ഐ എം സോ ഹാപ്പി ഫോർ ദിസ്. താങ്ക് യു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ വന്നതാണ് ജയറാമിന്റെ പടം കാണാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ ഹാപ്പി. സീൻ സാധനം ഞാൻ നല്ല റേറ്റിംഗേ കൊടുക്കുള്ളൂ. അടിപൊളി, കൊള്ളാം. കംബാക്ക് കൊള്ളാം, നല്ല രീതിയിൽ. ജയറാമാണെന്ന് പറയില്ല, കംപ്ലീറ്റ് അബ്രഹാം ഓസ്ലർ ആ ക്യാരക്ടർ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ സസ്പെൻസ് ഒന്നും പുറത്ത് പറയാതിരിക്കാൻ നല്ലത്. ബാക്കിയുള്ളൊരു ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. അപ്പം പിന്നെ ആൾക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടോ നല്ലതായിട്ട് തോന്നുന്നില്ല. പയ്യെ പോയാൽ മതി. എന്നുവെച്ചാൽ സംഭവമുണ്ട്, കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് വാസ് ക്രേസി. അടിപൊളി പടം. ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് സൂപ്പർ പടം, അടിപൊളി പടം. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. റേറ്റിംഗ് 4 കൊടുക്കാം. അതുപോലുള്ള പടമാണത്. കാരണം ഞാൻ പറഞ്ഞേക്കാളും നല്ല നിങ്ങൾ കയറി കാണുന്നതാണ്. നമ്മളൊരു കണ്ണ് ചിമ്മാൻ്റെ ചെവി വേറൊന്നും കേൾക്കാൻ അങ്ങനെ നിന്നിരിക്കുക. ആ രീതിയിൽ BGM കാര്യങ്ങളും ആ ഡയറക്ഷനും ഓരോരോ സീനൊക്കെ വന്നു പോണ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജയറാമേട്ടനൊക്കെ ഈ ലെവലിലൊക്കെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു പടം ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറെ രീതിയിലുള്ള പടമാണ്. ഇത് വേറെ രീതിയിലുള്ള പടമാണ്. ഗംഭീര പടം. നന്നായിട്ടുണ്ട്. എങ്ങനെ റേറ്റിംഗ് ഒക്കെ പറയാനൊന്നും കാര്യമൊന്നുമില്ല. നല്ല പടമാണ്, എല്ലാവരും കാണാത്തുള്ളൂ. പടത്തെക്കുറിച്ച് പറയാൻ ആ ക്രൈം എന്ന് പറയുന്ന എന്താണെന്നും അതിൻ്റെ സസ്പെൻസ് എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിനകത്ത് ഒരുപാട് സസ്പെൻസ് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പടമാണ്. ഓരോ നിമിഷം അതിൻ്റെ BGM എല്ലാം നമ്മൾക്ക് വളരെയധികം നമ്മൾ ആകാംക്ഷയിൽ നിർത്തും. ഫസ്റ്റ് ഹാഫ് പോകുന്നത് കുറ്റവാളിയുടെ പുറകെയാണ്, സെക്കൻഡ് ഹാഫ് പോകുന്നത് പോലീസിൻ്റെ പുറകെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. 5-ാം പാതിരയ്ക്ക് ശേഷം എടുത്തത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടം ചെയ്തത്. സോ അതെന്തായാലും ആ ഒരു ത്രില്ല് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്, സസ്പെൻസ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, എല്ലാവരും പോയി കാണണം. ഈ വർഷത്തെ തുടക്കം തന്നെ നല്ലൊരു വമ്പൻ ഹിറ്റോടുകൂടി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ജയറാമേട്ടൻ ശക്തമായ തിരിച്ചുവരവാണ്. സെക്കൻഡ് ഹാഫിൽ മമ്മൂക്ക ആരാടിയും നേരിലൂടെ നന്നായി ചെയ്തിട്ടുണ്ട്. നേരിനാട് വലിയിട്ടായിരിക്കും. മിഥുൻ തോമസിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ. സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ വില്ലൻ ആരാണ് പറയില്ല, അത് പറയണ്ട, പോയിൽറാം. പിന്നെ മറ്റേ അനുമേനോ ചേട്ടൻ, അർജുന ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു ലാഗും ഇല്ല. എല്ലാം കൊണ്ടും ഭയങ്കര ഹിറ്റായി. ജനുവരി മാസം ഇവിടെ ഓടുന്നു പ്രതീക്ഷിക്കുന്നു. ജനുവരി ഒന്നല്ല, ഇത് ഭയങ്കര ഹിറ്റായിരിക്കും. ഭയങ്കര കോടികൾ നേടും. നേരിട്ട് റെക്കോർഡ് പൊട്ടിക്കും. സലാം കാശ്മീരാണ് അവസാനമായിട്ട് സീരിയസ് റോൾ ചെയ്തത്. അതിന് ശേഷം 6 റോളും കംപ്ലീറ്റ്. ഇത് ഭയങ്കര ഉഗ്ര മൂവിയാണ്. ഞാൻ പ്രതീക്ഷിച്ചോടെ വന്നിട്ടുണ്ട്. മിഥുൻ തോമസ്